ഹലോ, ഇന്നത്തെ വീഡിയോ ബന്ദിപ്പൂരിലേക്കുള്ള ഞങ്ങളുടെ യാത്രയെക്കുറിച്ചാണ്. ഈ കഴിഞ്ഞ നവംബറിലാണ് ഞങ്ങൾ കർണാടകയിലുള്ള ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് ബൈ റോഡ് പോയത്. ചെക്ക് പോസ്റ്റൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളെ ആദ്യം തന്നെ വരവേറ്റത് കുറച്ച് കുരങ്ങന്മാരായിരുന്നു. അവരെ അധികം അടുപ്പിക്കണ്ട എന്നുള്ള നിലയിൽ ഗ്ലാസ്സൊക്കെ കയറ്റി ഞങ്ങളങ്ങ് പോയി. ആദ്യത്തെ സൈറ്റിംഗ് ഒരു കൊമ്പനാനയാണല്ലോ എന്നോർത്ത് സന്തോഷിച്ച് നോക്കുമ്പോഴുണ്ട് അത് നമ്മുടെ തെപ്പക്കാടുള്ള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഏരിയയാണ്. ഇവിടെ ഒരു എലിഫൻറ്റ് ട്രെയിനിങ് ക്യാമ്പുണ്ട്. പിന്നെ നാട്ടാന ആയാലും കാട്ടാന ആയാലും ആന എപ്പോഴും നമുക്കൊരു ഹരം തന്നെയാണ്. ഈ നെല്ലിയാമ്പതിയും പറമ്പിക്കുളത്തും ഒക്കെ പുള്ളിമാനുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പോലെ അത്രയും പുള്ളിമാൻ എവിടെയും കണ്ടിട്ടില്ല. ബന്ദിപ്പൂറുള്ള കൺട്രി ക്ലബിലായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. മുമ്പും ഇവിടെ താമസിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവർ ഒരുപാട് ഫെസിലിറ്റീസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. ചുറ്റും ഇലക്ട്രിക്കൽ ഫെൻസിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വൈൽഡ് ആനിമൽസ് ഒന്നും ഉള്ളിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസ് ആണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ സഫാരി സെൻറ്റർ ഉണ്ട്, അങ്ങോട്ടേക്കുള്ള യാത്രയായി. ഈ ബന്ദിപ്പൂർ മുതുമല ഏരിയ എല്ലാം ജനറലി ഒരു ഡ്രൈ ഫോറസ്റ്റ് ഏരിയ എന്നാണ് പറയുന്നത്. പക്ഷേ നല്ല മഴയായിരുന്നല്ലോ ഇടവിട്ടെല്ലാം ഈ കഴിഞ്ഞ മാസങ്ങളിൽ. അതുകൊണ്ട് നല്ല പച്ചപ്പായിരുന്നു എല്ലായിടത്തും. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് കാട്ടാനയെ കണ്ടത്. കുറച്ച് ദൂരെയാണ്, റോഡ് സൈഡിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണെങ്കിലും ആൾ ഒറ്റയ്ക്കേ ഉള്ളൂ. നല്ല സുഖമായി നടന്ന് അങ്ങനെ തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഈ കാടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു പണ്ട് ഈ ഗൂഡല്ലൂർ ഗുണ്ടൽപേട്ട് റോഡിൽ നമ്മുടെ സഫാരി സെൻറ്റർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് വെളിയിൽ, കാടിൻ്റെ വെളിയിലായിട്ട് ഒരു ഔട്ട്സ്കേർട്സിൽ ഒരു പുതിയ സെൻറ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളൊരു 6 സീറ്റർ ബാക്കിൽ ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള ഒരു കൺവേർട്ടഡ് മാരുതി ജിപ്സിയാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇതാണ് നമ്മുടെ കാട്ടിലെ CCTV എന്ന് പറയുന്ന ഗ്രേ ലങ്കൂർ അല്ലെങ്കിൽ ഹനുമാൻ കുരങ്ങ്. നമ്മുടെ രാമായണത്തിലെ ഹനുമാൻ്റെ ഡിസെൻഡൻ്റ് ആണെന്നാണ് വിശ്വാസം. ഇവർക്ക് ഭയങ്കര ഷാർപ്പ് ഹിയറിംഗ് കപ്പാസിറ്റിയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ലെപ്പേർഡോ ടൈഗറോ ഒക്കെ ഇവർ സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അലാം കോൾ കൊടുത്ത് എല്ലാവർക്കും ന്യൂസ് എത്തിക്കുന്നത് ഇവരാണ്. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ സഫാരി വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ഈ റൈറ്റ് സൈഡിൽ ഒരു ടൈഗർ പാസ് ചെയ്തതായിട്ട് ഡ്രൈവർക്ക് ന്യൂസ് കിട്ടിയിരുന്നു. പക്ഷെ ഒരു ടൈഗറിനെയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. ഞങ്ങൾ മുന്നോട്ട് പോയി. സഫാരി അങ്ങനെ ഏകദേശം അവസാനിക്കാറായപ്പോഴാണ് നമ്മൾ കുറേ ആനക്കൂട്ടങ്ങളെ കണ്ടത്. ഒരു കുട്ടിയാനയുണ്ട് അവരുടെ കൂട്ടത്തിൽ. 5-6 പേരുണ്ട്, ഒരു ഫാമിലി ആയിട്ട് നിന്നിങ്ങനെ തിന്നുവാണ്. ഇവർക്ക് ഏകദേശം ഒരു 150 കിലോ ഫുഡെങ്കിലും ഡെയിലി കഴിക്കണം എന്നുള്ളതാണ്. കാരണം അത്രയും ബോഡി വെയ്റ്റ് ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത്രയെങ്കിലും ഡെയിലി കഴിച്ചേ പറ്റൂ. അപ്പോൾ നോൺ സ്റ്റോപ്പ് ഫുഡ് ഈറ്റേഴ്സാണ്. ഫ്രം മോർണിംഗ് ടു നൈറ്റ് ഇവർക്ക് തീറ്റയാണ് മെയിൻ പരിപാടി. ഈ കുറ്റിച്ചെടികളുടെ ഇടയിലായത് കാരണം നമ്മുടെ കുട്ടിയാനെ ശരിക്കും ഒന്ന് കാണാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് പണി കിട്ടിയത് ഞങ്ങൾക്ക്. ഞങ്ങളുടെ വണ്ടിക്ക് ഒരു ചെറിയ പ്രശ്നം. ഈ കാട്ടാനക്കൂട്ടത്തിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് വന്നതേ ഉള്ളൂ, പക്ഷെ വണ്ടിയുടെ ഗിയർ സ്റ്റക്കായി. എന്തോ ഭാഗ്യത്തിന് ബാക്കിൽ തന്നെ ബാക്കി സഫാരി വണ്ടികളെല്ലാം വരുന്നത് കൊണ്ട് അവർ വേഗം ഇറങ്ങി ഉന്തി ന്യൂട്രലിൽ തന്നെ മെയിൻ റോഡിലേക്ക് എത്തിച്ചു. ഇതെങ്ങാനും കാട്ടിൻ്റെ ഉള്ളിൽ ആരുമില്ലാത്ത സ്ഥലത്ത് ഫോണിന് റേഞ്ചും ഇല്ലാതെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ വ്ളോഗ് ഇടാൻ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വണ്ടി കയറി തിരിച്ച് റിസോർട്ടിലേക്ക് പോകുന്ന വഴി വീണ്ടും റോഡ് സൈഡിൽ കുറേ ആനക്കൂട്ടങ്ങളെ കണ്ടു. കൊമ്പനാനകൾ പക്ഷേ ഒറ്റയ്ക്കാണ്, ആരെയും പേടിയില്ലാതെ നിൽക്കുന്നത് കണ്ടത് കുറേ ഭാഗത്ത്. പിന്നെ 9 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ ഈ റോഡ് ക്ലോസ് ചെയ്ത് ഗേറ്റ് അടയ്ക്കുന്നത് കൊണ്ട് അതിനു മുമ്പ് റിസോർട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തണം. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇവിടെ റിസോർട്ടിൽ നിന്നും ഒരു ഗൈഡിൻ്റെ കൂടെ ഞങ്ങളെ ട്രെക്കിങ്ങിന് കൊണ്ടുപോയി. പുലിയൊക്കെ ഇറങ്ങുന്ന ഏരിയ ആണെന്നാണ് അങ്ങനെ പറഞ്ഞത്. ആദ്യം കുറേ മാനിൻ്റെയൊക്കെ ഫുട് പ്രിൻറ്റ്സ് കണ്ടെങ്കിലും മുന്നോട്ട് പോയപ്പോൾ ഉണ്ട് ഒരു പഗ് മാർക്ക്. പക്ഷെ അടുത്തെങ്ങും ആശാനില്ലെന്നുള്ളത് ബൈനോക്കുലറിലൂടെ നോക്കി നമ്മുടെ ഗൈഡ് ഉറപ്പ് വരുത്തുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ മുമ്പ് വന്ന് പിടിച്ച ഒരു പശുവിൻ്റെ തലയോട്ടി അവിടെ കിടക്കുന്നത് കണ്ടു ഞങ്ങൾ. റിസോർട്ടിന് ചുറ്റുമുണ്ടായിരുന്ന ഫെൻസിങ് വെറും ഷോ ആയിരുന്നോ എന്നുള്ള തിരിച്ചറിവുണ്ടായ നിമിഷം. കാടിനോട് ചേർന്ന് കിടക്കുന്ന പൂൾ സൈഡിലെ സ്ഥിരം സന്ദർശകരാണിവർ. ഞങ്ങളൊരു സെൽഫി എടുക്കാനൊക്കെ ഉള്ള വ്യാമോഹത്തിൽ അടുത്തേക്ക് ചെന്നപ്പോൾ ഇവർ പതുക്കെ സ്ഥലം വിട്ടു. ഈ ഒരു യാത്രയിൽ കുറേ അധികം ആനകളെയും മാനിനെയൊക്കെ കണ്ടെങ്കിലും ഒരു ടൈഗറോ ലെപ്പോഡോ കാണാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ കീരിയും സാമ്പാർ ഡിയറും ഒക്കെ കണ്ടിങ്ങനെ പോകുമ്പോഴാണ് അതാ ദൂരെ മരത്തിലൊരു മാനിൻ്റെ തല തൂങ്ങിക്കിടക്കുന്നു.
അപ്പോൾ അന്ന് രാവിലെ മീശക്കാരി എന്ന പേരുള്ള ഈ ടെറിട്ടറിയിൽ കാണപ്പെടുന്ന ഒരു ലെപ്പേർഡ് അവിടെ കൊണ്ട് വെച്ചിട്ട് പോയതാണെന്നാണ് അറിഞ്ഞത്. ലെപ്പേർഡിനെ കണ്ടില്ലെങ്കിലും അത് പിടിച്ച ഇരയെ എങ്കിലും കാണാൻ പറ്റിയല്ലോ എന്നുള്ള സംതൃപ്തിയിൽ അന്നത്തെ സഫാരി അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് ക്യാമ്പിൻ്റെ അവിടേക്ക് പോവുകയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിൽ തന്നെ ഒരു വമ്പൻ കാട്ടുപോത്ത് നിൽക്കുന്നു. ഇന്ത്യൻ വൈൽഡ് ഗോർ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ബൈസൺ എന്ന് വിളിക്കുന്ന കാട്ടുപോത്തിനെ കാട്ടി എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ഈ ബന്ദിപ്പൂർ മുതുമല ഏരിയയിൽ കംപ്ലീറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു 10% മാത്രമേ സഫാരിക്കായിട്ട് അവർ പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ. എന്നാലും ഏകദേശമുള്ള അനിമൽസിനെയൊക്കെ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുത്തങ്ങയിലോ വയനാടോ ഒക്കെ ഉള്ള പോലെ ഒരു സിംഗിൾ റോഡല്ല ഇവിടെ അവർ സഫാരിക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. സഫാരി വണ്ടികൾക്ക് കറങ്ങാനായി പുതിയ പുതിയ പല പല റോഡുകളും ഉള്ളിൽ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എങ്ങനെ പോയാലും നമുക്ക് കുറച്ചെങ്കിലും അനിമൽസിനെ കാണാൻ പറ്റും എന്നുള്ളത് 100% ഗ്യാരൻറ്റിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ അന്നത്തെ കറക്കം അവസാനിപ്പിച്ച് തിരിച്ച് റിസോർട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഈ മാനുകളെല്ലാം റിസോർട്ടിൻ്റെ ഗ്രൗണ്ടിൽ നിൽക്കുന്നത് കണ്ടു. ഇവർ സ്വയരക്ഷയ്ക്കായിട്ടാണ് ഈ ഇലക്ട്രിക്കൽ ഫെൻസിങ് ടച്ച് ചെയ്യാതെ മുകളിലൂടെ ചാടിക്കടന്ന് ഈ ഉള്ളിൽ വന്ന് നിൽക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ മസിനഗുഡിയിൽ നിന്ന് ഒരു ഓഫ് റോഡിങ് ട്രിപ്പിനായിട്ട് ഒരു ലോക്കൽ ജീപ്പ് ഹയർ ചെയ്ത് പോയിരുന്നു. ഒരു ടൈഗറിനെ സ്പോട്ട് ചെയ്യാനുള്ളൊരു ലാസ്റ്റ് ട്രൈ ആയിരുന്നു അത്. ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിയില്ല. ഡ്രൈവറാണ് ടൈഗറിനെ സ്പോട്ട് ചെയ്തത്. പക്ഷെ കുറ്റിക്കാടിനുള്ളിലേക്ക് പെട്ടെന്ന് അങ്ങ് കയറിപ്പോയത് കാരണം വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളെ കൊണ്ടുപോയത് ഒരു മലമുകളിലുള്ള ഒരു ടെമ്പിളിലേക്കായിരുന്നു. വിഭൂതിമലൈ മുരുകൻ ടെമ്പിൾ എന്നാണ് ഈ ടെമ്പിളിൻ്റെ പേര്. ക്ലൈംബ് ഒരു അസാധ്യ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ടുള്ള വ്യൂവും സൂപ്പറായിരുന്നു. ഈ അമ്പലത്തിനെ പറ്റിയിട്ടുള്ള കഥകളെല്ലാം ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പൂജാരിക്ക് നമ്മുടെ ബോളിവുഡ് ആക്ടർ മിഥുൻ ചക്രവർത്തിയാണ് സാലറിയൊക്കെ കൊടുക്കുന്നത് എന്നുള്ള കഥയും മറ്റുമൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയി നോക്കിയാൽ ആ കഥയെല്ലാം കേൾക്കാം. നേരത്തെ ടൈഗറിനെ സ്പോട്ട് ചെയ്ത ആ ഏരിയയിലൂടെയൊക്കെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും പാസ് ചെയ്തെങ്കിലും അവിടെ എങ്ങും പൊടി പോലുമില്ല കാണാനായിട്ട്. അങ്ങനെ ഒരു 3-4 സഫാരികളെല്ലാം ചെയ്യേണ്ടി വന്നെങ്കിലും ഏകദേശം അനിമൽസിനെയൊക്കെ കണ്ട ഒരു സംതൃപ്തിയിൽ ഞങ്ങൾ മടങ്ങി.